വെൽക്കം ബാക്ക് ടു ഇവാസ് മേക്ക് ഓവർ. എന്തൊരു ചൂട്! ഈ ചൂടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഈ കടുത്ത ചൂടിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ എങ്ങനെ സംരക്ഷിക്കാം? അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ എന്തിനാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതെന്നാണ്. നമുക്കറിയാം, ഇപ്പോൾ ഓരോ വർഷം കൂടുന്തോറും സൂര്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടെമ്പറേച്ചറിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ചൂട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഇതെങ്ങനെ സഹിക്കാൻ പറ്റും? അപ്പോൾ സ്കിന്ന് ഒരുപാട് ഡാമേജ് ആവുന്നുണ്ട് ഈ ഒരു സൂര്യന്റെ സൺലൈറ്റ് കാരണം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അത് ഒരിക്കലും നമ്മളൊരു കളർ കൂടാൻ വേണ്ടിയിട്ടോ സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റൻ ആവാൻ വേണ്ടിയൊന്നും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരിക്കലും ഒരു ബ്യൂട്ടി ക്രീം അല്ല, നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു സൺസ്ക്രീൻ ലോഷൻ എന്ന് പറയുന്നത്. ചില കസ്റ്റമേഴ്സ് പാർലറിൽ വരുമ്പോൾ പറയാറുണ്ട്, ഞാൻ ഇതുവരെ ഒരു ക്രീമും യൂസ് ചെയ്തിട്ടില്ല, അപ്പം അത്തരം ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്നത് സ്കിന്നിന് കേടല്ലേ? അപ്പം അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് തന്നെ ഇതിനെ പറ്റിയിട്ട് അറിയാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് UV ലൈറ്റിൽ നിന്നും സൺലൈറ്റിൽ നിന്നും ഒക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതേപോലെ സ്കിൻ ക്യാൻസേഴ്സ് വരുന്നതിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്നു. പിന്നെ നമുക്കറിയാം, ഈ ലൈറ്റ് ഒക്കെ സൺലൈറ്റ് ഡയറക്റ്റ് കൊള്ളുന്ന ആളുകളിൽ അധികവും പിഗ്മെന്റേഷൻ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് കവിളിലൊക്കെ ചെറിയ ചെറിയ പിഗ്മെന്റഡ് ആയിട്ടൊക്കെ കാണും. അപ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പം ഏജ് ആവുന്നത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പാരമ്പര്യമായിട്ട് കിട്ടുന്നതായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാറുണ്ട്. പക്ഷേ ഇതൊരു പരിധി വരെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്നത് കൊണ്ടും ഇങ്ങനത്തെ പിഗ്മെന്റേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഭാവിയിൽ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നതോടുകൂടി അതില്ലാതാവുന്നു. എപ്പോഴും നിങ്ങൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുന്നത് 30യുടെ മുകളിൽ ഉള്ളത് തന്നെ യൂസ് ചെയ്യാം. അപ്പം അതിന് മാത്രമുള്ള ആ ഒരു റേസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് നിങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പെയാണ് നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യേണ്ടത്. വെയിൽ കൊള്ളുന്ന എല്ലാ ഏരിയാസിലും നമ്മളത് അപ്ലൈ ചെയ്യുക. പിന്നെ ത്രൂ ഔട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി അപ്ലൈ ചെയ്യുക. കാരണം ഒരു ഉച്ചവരെയൊക്കെയുള്ളൂ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത് നിങ്ങളത് അപ്ലൈ ചെയ്യുക. അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു സംശയമാണ്, സ്ഥിരമായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ വെയിലത്തിറങ്ങിയ ടാൻ ആവുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ടാൻ പോക്കാനുള്ള ഒരു സാധനമല്ല ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഈ ഒരു ലോഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ടാൻ ഒരിക്കലും റിമൂവ് ആവില്ല. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ടാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് സണ്ണിൽ നിന്ന് ഉണ്ടാവുന്ന ഹാർംഫുൾ ആയിട്ടുള്ള റേസിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക. അതേപോലെ UV റേസിൽ നിങ്ങൾ സംരക്ഷിക്കുക. സ്കിൻ ക്യാൻസേഴ്സ് പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഒക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയെന്ന് വിചാരിച്ച് ടാൻ വരാതിരിക്കണം എന്നില്ല. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതല്ലാതെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മളിത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുകൂടി നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. കുറേ ആളുകൾക്കെങ്കിലും തോന്നിയിട്ടുള്ള സംശയമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും ഇത് ഉപയോഗിക്കാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. അത്തരം ആളുകൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ഒരു സൺസ്ക്രീൻ ഇന്ന് തന്നെ വാങ്ങിക്കുക. കാരണം നമ്മളെ ടെമ്പറേച്ചർ അത്രയും കൂടുതലാണ് അല്ലേ, നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ പുറത്തിറങ്ങിയാൽ എന്തായിരിക്കും? അപ്പോൾ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം മറക്കാതെ ഇന്ന് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു സൺസ്ക്രീൻ അങ്ങോട്ട് വാങ്ങുക. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എന്തായാലും അത് യൂസ് ചെയ്യുക. സണ്ണിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുക.